ഹലോ ഗൈസ്, അപ്പൊ ഞങ്ങൾ ഇന്ന് ഈ വ്ലോഗ് എടുക്കാൻ കാരണം ഞാൻ നമ്മുടെ ഷമ്മുവിന്റെ പെങ്ങൾ അമ്മുവിന്റെ കല്യാണം മൈലാഞ്ചേരിയിലായിരുന്നു. ഇല്ല ഗൈസ്, അവിടെ നടന്നോണ്ട് പോയപ്പോ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. അടിപൊളി ഡാൻസ്. ആ വീഡിയോ ഞാൻ താടി ഹലോ ഗൈസ്, അപ്പൊ നമ്മള് മുടിയോട്ടെല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങി പോവാണ്. ഞങ്ങളുടെ കടയാണ് സണ്ണി സലൂൺ. പ്രൊമോഷൻ കൊടുക്കുന്നു. പ്രൊമോഷൻ അടുത്ത വർഷം വരുമ്പോ ഞങ്ങൾക്ക് പൈസ അതുകൊണ്ട് കുറച്ച് തരണം ഗൈസ്. ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് വേണ്ടി തരും മുടി. അടുത്ത സണ്ണി സലൂണിന്റെ ഉടമസ്ഥന് ഇത് കാണേണ്ടതാണ്. കണ്ടിട്ട് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് അടുത്ത അവിടെ വെട്ടിത്തരേണ്ടതാണ്. നമ്മള് പറഞ്ഞു നിർത്തിയത് കുട്ടാപ്പിയുടെ ഊക്കാതെയായിരുന്നു. ഇവനാണ് ഏറ്റവും കൂടുതൽ ഗൈസ് അവാർഡ് കിട്ടിയതാണ്. ഇവനെയാണ് കണ്ടോ ഗൈസ്, ഞാൻ പറഞ്ഞോട്ട് നല്ലതായിട്ട് വെറ്റിച്ചിട്ടായിരുന്നു വെട്ടുന്നത്. ഇപ്പൊ സൂപ്പർ ആയിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ അത് കണ്ടോ? തിരിച്ചു കാണിച്ചു കൊടുത്താ ഗൈസ്. ഇതാണ് നല്ലത്. ഇവൻ നേരത്തെ വെട്ടിയാണ്. ഇവന്റെ ഐഡിയ ഞാൻ ഫോട്ടോ ഞാൻ പറഞ്ഞു കൊടുത്ത് വെട്ടിച്ചാണ്. എന്റെ ഇഷ്ടപ്രകാരം വെട്ടിയതാണ്. കൊള്ളാമെങ്കിൽ മാത്രം എന്റെ ഇഷ്ടപ്രകാരം, ഇത് കൊള്ളത്തില്ലെങ്കിൽ കുട്ടാപ്പിയുടെ ഇവൻ തള്ളുവാണ് ഗൈസ്. ചുമ്മാ ലുക്കല്ലേ, ഞാൻ പറഞ്ഞ ലുക്കാന്ന് എനിക്കറിയാം. ഇവിടാണ് ഞാൻ UP ഒക്കെ പഠിച്ചത്. 5ാം ക്ലാസ് അപ്പൊ സ്കൂള് വലിയ സ്കൂളായി. ഇതാണ് ഗൈസ്, ഇതാണ് ഞങ്ങളുടെ റാണി. ഇതാണ് നിങ്ങള് തുടരും സിനിമയിൽ മോഹൻലാൽ അഭിനയിക്കുന്ന റാണി. കണ്ടോളൂ ഗൈസ്. ഇവിടെ അഭിനയിച്ചിട്ടൊന്നുമില്ല ഗൈസ്. കഥയാണ്. കുട്ടാപ്പി, ഇന്നലത്തെ നിന്റെ ഡാൻസിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഡാൻസ് നല്ലതായിരുന്നു ഗൈസ്. ഇനിയിപ്പോ ഇവൻ മുടി കെട്ടിയതിന്റെ ചെലവ് ഇവന് ഷവർമ മന്തി മേടിച്ചു തരുമെന്നാണ് ഗൈസ് പറഞ്ഞിരിക്കുന്നത്. ആ മുടി കെട്ടിയാണ് കുട്ടാപ്പി ഇന്നലെ ഡാൻസ് കളിച്ചതിന്റെ ചെലവ് കുട്ടാപ്പി ചെയ്യാനിരിക്കുക. ഇന്നലെ പക്ഷെ നീ ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ. ഡാൻസിന് വേണ്ടി എല്ലാ ഫാൻസ് എല്ലാം വെയിറ്റ്, ഞങ്ങളെല്ലാം വെളി നോക്കിയിരിക്കുവായിരുന്നു. ശാരമ്മ എപ്പോഴും കയറി വിസിലടി. ശാരം പറഞ്ഞു പാട്ടോ ഇല്ല വിസില് ഇരിക്കട്ടെ. ഗൈസ് ഇന്നലെ ഇവര് ഡാൻസ് കളിക്കുക, സ്പീക്കർ ഇല്ലായിരുന്നു. ഞാൻ എന്താ വേറെ സ്പീക്കർ അല്ല എടുത്ത് നോക്കത്തില്ലായിരുന്നു. അവര് എടുത്ത് അതിന് സൗണ്ട് ഉണ്ടായിരുന്നു. അന്നേരം അതിന് തള്ളിയിട്ട് അതിന്റെ കണക്ഷൻ അങ്ങോട്ട് പോയതാ. പാട്ടും കേൾക്കത്തില്ല ഗൈസ്, ഒന്നും കേൾക്കത്തില്ല. കേറി പോണ ഡയലോഗും അറിയത്തില്ല. അങ്ങ് പോയി കളിക്കുക ഗൈസ്. ടാപ്പി കേറി വന്ന് അങ്ങോട്ട് ഡാൻസ് കളിക്കാൻ സ്പീക്കറിന്റെ സൗണ്ട് ഒന്നുമില്ല. നമ്മൾ ഈ ഫോണിനകത്ത് നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. എന്നെ സാധനമായിരുന്നു എന്റെ ഡാൻസ്. ഇവന്റെ ഡാൻസ് ഞാൻ ഇതിനകത്ത് കൊടുക്കാം. എന്നാലും ഞാൻ കൊടുക്കാം. നിങ്ങൾ കണ്ടിട്ട് പറഞ്ഞ എങ്ങനെ ഉണ്ടെന്ന്. വേണ്ട ഗൈസ്. ഇപ്പൊ കുട്ടാപ്പി ഫാൻസ് വന്ന് തീപിടുത്തൊന്നുമില്ല, അവിടെ എന്തെങ്കിലും കത്തിച്ചായിരിക്കും. ഇവിടെ കത്തിച്ചത് തീപിടുത്തോ? എടാ നിനക്ക് ബൗണ്ടറിയാണോ ഇഷ്ടം, കരുവിലാണോ ഇഷ്ടം? രണ്ടും ഇഷ്ടം. അങ്ങനെ പറയാം. ഏത് ഒന്നേ പറയാൻ പറ്റുള്ളൂ. ഇന്നലെ അവിടെ ചെന്നപ്പോ ഉണ്ടല്ലോ എല്ലാരും പറഞ്ഞു, നിങ്ങൾ ഇതിനകത്ത് ഒരു ഇത് പറഞ്ഞു. അവിടെ ചെന്നപ്പോ എല്ലാരും പറഞ്ഞു ഇങ്ങനത്തെ എന്റെ വീഡിയോ ഒക്കെ, അതായത് എന്റെ അക്കൗണ്ടിൽ എന്റെ വീഡിയോസ് ഒക്കെ അടിപൊളിയാണ്. നിങ്ങൾ ആരെയാ സപ്പോർട്ട് ചെയ്യുന്നത്, ആരാ നല്ലതെന്ന് വെച്ചാൽ കമന്റ് ഇടുക. വീഡിയോ ഒക്കെ കൊള്ളാം, പക്ഷെ കുട്ടാപ്പിയുടെ ഫേസ് എനിക്ക് അത് തോന്നാതിരുന്നിട്ടില്ല കേട്ടോ. മാറ്റി നോക്കണം. ഞാൻ ഇനി വീഡിയോ വരത്തില്ല ഗൈസ്. അതെ, കുട്ടാപ്പി ഇവൻ എങ്ങനെ വീഡിയോ എടുക്കുന്നത് നമുക്ക് അറിയണം ഗൈസ്. നിങ്ങൾ പറയും, നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ ഇനി വീഡിയോ ഉള്ളൂ. ഓക്കെ ബൈ. കുട്ടാപ്പി ഫാൻസ് ഇതിനകത്ത് വരും. സ്കൂളിപ്പോ പൂട്ടിട്ടേക്ക്, അതുകൊണ്ട് കുഴപ്പമില്ല. സ്കൂള് വിട്ട് കഴിഞ്ഞാൽ കുട്ടാപ്പി ഫാൻസ് ഒന്ന് എന്നീ പൊങ്കാല ഇടും. കേരളം കത്തും ഗൈസ്. കുട്ടാപ്പി എന്താ ഗൈസ് ഇങ്ങനെ തെറി വിളിയോട് തെറി വിളി. അവിടെ അമ്മാമ്മയൊക്കെ ഇത് കാണും കേട്ടോ. എന്തുവാ ഇത്? ഇതാണ് സൈസ് 5 വഴി ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. ഇതുവഴി നേരെ താഴോട്ട് അതുവഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഗൈസ് നേരെ നാറാണംമൂഴി എത്തിക്കാൻ. ഇതുവഴി പോയി കഴിഞ്ഞാൽ ഗൈസ് ഇതുവഴി ശബരിമലയ്ക്ക് പോകും ഗൈസ്. നമ്മുടെ ഇവിടെ നിന്ന് ശബരിമല കുറച്ചേ ഉള്ളൂ. ഇവിടെ എത്ര കിലോമീറ്റർ ആണ് ശബരിമലയ്ക്ക്? കേരളത്തെ ഏറ്റവും ഫേമസും നല്ല നാരങ്ങ വെള്ളം. പിന്നെന്താ ഉള്ളത്? ഞങ്ങളുടെ കരുവളത്തിന് സ്വന്തമായിട്ട് മാളുണ്ട് ഗൈസ്. ഞങ്ങൾ പോകാൻ പോവാണ് ഗൈസ്. കൂട്ടുകാരനും നൻപനുമായ
പേര് അവന്റെ ശരിക്കുള്ള പേര് എബി എന്നാണ് ഗൈസ്. ഞങ്ങൾ ഗൈസ് വന്നിരിക്കുകയാണ് ഗൈസ് ബാബു സ്റ്റോഴ്സ്. എല്ലാരും ബാബു സ്റ്റോഴ്സിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ബാബു സ്റ്റോർ നല്ല അടിപൊളിയായിട്ട് ഓടുകയില്ലേ? അതെ, അടിപൊളി സ്റ്റോറാണ്. കരുവളത്തെ ഏറ്റവും മികച്ച സ്റ്റോറാണ്. സെക്കൻഡ് ഓണർ ബാംഗ്ലൂരിൽ നിന്ന് കാണുന്നുണ്ട്. അല്പൻ അൽത്തരാത്രി കുട പിടിക്കുന്നത് കണ്ടുണ്ടോ? ഇതാണ് ഞങ്ങളുടെ ബാബു സ്റ്റോഴ്സ്. പപ്സ് ഉണ്ട്, സമൂസയുണ്ട്, പരിപ്പട. രണ്ടാമത്തെ ഓണർ ഉണ്ട്. ആ ഓണർ ഇപ്പൊ ഇത് കണ്ടുകഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു മെസ്സേജ് തെറാപ്പിയാണ്. അവിടെ ആൾക്കാരെ കൊല്ലുക, കാല് ശരിയാക്കാൻ വരുന്ന ആൾക്കാരെല്ലാം ഓടിച്ചോണ്ടിരിക്കുകയാണ് അവൻ. ചെറിയ വേദനയായിട്ട് വരുന്നവരെല്ലാം അവൻ കാല് ഓടിച്ചിടും. അവസാനം ഓപ്പറേഷൻ ചെയ്യും ഗൈസ്. അവൻ വരും. അവൻ വന്നു കഴിയുമ്പോ ഞങ്ങളുടെ പ്രകൃതി രമണീയമായ പ്രകൃതി രമണീയമായ ഞങ്ങളുടെ കോർ നോക്ക് ഗൈസ്. ഇത്ര സുന്ദരമായ മനോഹരമായ എവിടെ കാണുക ഗൈസ്. അതൊക്കെ പണ്ട് കളിക്കായിരുന്നു, ഇപ്പൊ അങ്ങനെ കളിയൊന്നുമില്ല ഗൈസ്. പച്ചപ്പും ഹരിതാപവും കാണുന്നുണ്ടെങ്കിൽ വരൂ, ഇങ്ങോട്ട് വരൂ. ഇപ്പൊ ഇവിടെ അങ്ങനെ കളിയും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇവിടെ ഗൈസ് എന്ത് സുന്ദരമാണ് നോക്കൂ ഗൈസ്. കാണിച്ചു കൊടുക്കുക. എന്താ കാണിച്ചു കൊടുക്കാൻ? ആറൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും. അവിടെ വണ്ടി കിടക്കുന്നു. പുതിയ അലോ ഇട്ടവൻ. അതെ, പക്ഷെ അത് ഇട്ടിട്ട് കുറച്ചായി. ഗൈസ് എങ്ങനെയുണ്ട് ഗൈസ്? നിൽക്കല്ലേ ഉണ്ട് ഗൈസ്. ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു വീട്ടിൽ വന്നപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഞങ്ങളുടെ ഫാൻ ബോയ് ഞങ്ങളുടെ വീഡിയോ ഇതാണ് ഫാൻ ബോയ്. പേര് ആലപ്പുഴ മാർട്ടിൻ. ആലപ്പുഴ മാർട്ടിൻ, പട്ടാഞ്ചേരി മാർട്ടിന് ശേഷം ആലപ്പുഴ മാർട്ടിൻ നയിക്കുന്ന പദയാത്ര. ഞങ്ങളുടെ ഫാനാ മാട്ടി. ഞങ്ങളുടെ വീഡിയോ കുറിച്ച് എന്താ എനിക്ക് പറയാനുള്ളത്? വളരെ നല്ല അഭിപ്രായം. പാപ്പിച്ച ഞങ്ങളുടെ കണ്ണിൽ ഒരു ആശുപത്രി ഉണ്ടാവുമായിരുന്നു. പാവപ്പെട്ടവരുടെ പാപ്പിച്ചായ ഞങ്ങളുടെ കണ്ണിലുണ്ടിയാണ്. ഗോകുലേട്ടൻ ഞങ്ങളുടെ കണ്ണിലുണ്ടിയാണ്.